ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു സോയ 65ൻ്റെ റെസിപ്പിയാണ്. എന്തിനോടൊപ്പം നമുക്കിത് കഴിക്കാൻ കഴിയും. നല്ലൊരു സ്നാക്സ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും കഴിയും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടനും കൂടി ഓൾ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ വലിയ സോയ ചങ്ക്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അപ്പോൾ ചെറുതിനെക്കാട്ടി നല്ലത് ഒന്നും കൂടി വലുതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 2 കപ്പോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഓഫാക്കിക്കണം കേട്ടോ. ഇനി ഇത് ചൂടാറുക, വെള്ളം ഒന്ന് ചൂടാറുന്ന നേരം കൊണ്ട് ഇത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോവട്ടെ വെച്ചിട്ട്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നല്ല പച്ചവെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നല്ലോണം ഊറ്റിക്കളയണം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലോണം ഡ്രെയിൻ ചെയ്തെടുത്തതിൻ്റെ ശേഷം 2 ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള മുളകും പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ എൻ്റെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം ഓണിയൻ, പിന്നെ വെളുത്തുള്ളിൻ്റെ പൗഡറും 1 ടീസ്പൂണോളം ജിഞ്ചറിൻ്റെ പൗഡറും, ജിഞ്ചർ ഗാർലിക് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് മൈദയും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോവും. ഇനി ഇതൊരു നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുക്കാനും വെക്കണം കേട്ടോ. ഇതിങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് കൊടുക്കുമ്പോഴൊന്നും ആ എണ്ണൻ്റെ കൂടെ ഈ കോട്ടിങ് പോവില്ല. നല്ല പോലെ ആ സോയയുമ്പോൾ തന്നെ നല്ല പോലെ കോട്ട് ചെയ്തിട്ട് നിൽക്കും കേട്ടോ. എണ്ണയിലൊന്നും പോയി കിടക്കില്ല. അപ്പോൾ ഇതാ നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണ നമ്മളെ കയ്യിലേക്ക് ആവാനും നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അപ്പോൾ ബിഗിനേഴ്സായ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ ചട്ടുകൊക്കെ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ശീലമായതുകൊണ്ടാണ് ഇങ്ങനെ ധൈര്യപൂർവ്വം ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം നമ്മളിങ്ങനെ വിട്ടുന്നൊക്കെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കയ്യുമ്മക്ക് തുള്ളി തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാനിതങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആക്കാൻ നിൽക്കരുത്. ഇതേമാതിരി പാതൊക്കെ ഒന്ന് അടങ്ങുമ്പോൾ നമ്മൾക്കിത് എടുക്കട്ടോ. ഇത് എടുക്കാൻ നേരത്ത് നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും നമുക്ക് കിട്ടും. വളരെ പെട്ടെന്ന് ആയി കിട്ടും ചെയ്യും കേട്ടോ. ഇത് ഒരുപാട് എണ്ണ കുടിക്കൊന്നുമില്ല. ഇതേമാതിരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കോട്ടിംഗ് ഒന്നും നമ്മളെ എണ്ണയിൽ പോകില്ല. എല്ലാതും അതേപോലെ തന്നെ സ്വയംഭ തന്നെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറുമുറായിട്ട് ചായൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ കൊടുത്താലും അവർക്ക് നല്ല ഇഷ്ടമാവും. നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ല അതേമാതിരി നമുക്ക് മീനൊക്കെ കിട്ടാത്തപ്പോൾ, മീനിറച്ചിയൊന്നും ഇല്ലാത്ത ടൈമിലൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ മീനിന് പകരമായിട്ട് ഇതേമാതിരി ഒരു സോയ 65 ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ നല്ല വയറ് നിറച്ച് ചോറുണ്ടോളും. നമുക്ക് വലിയ പൈസ ചിലവൊന്നുമില്ലാതെ കാര്യം സാധിക്കുകയൊക്കെ ചെയ്യട്ടെ. പച്ചക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതേമാതിരിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തേത് ഇതേമാതിരി പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല കളറിൽ തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 നുള്ള് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയ ആവശ്യമില്ല. എന്നാലും ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 നുള്ള് ഫുഡ് കളറും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ്. അപ്പോൾ വേണ്ടവർ മാത്രം ചേർത്താൽ മതി, അല്ലാത്തവർ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കളറുണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചേർത്തൊന്ന് മാത്രം ഒന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരട്ടെ. അതിന് കണ്ടില്ലേ, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടൽ. ഇതിങ്ങനെ കഴിച്ചാലുണ്ടല്ലോ
നമ്മൾ പിന്നെ ഒരു കടലക്കൊക്കെ തിന്നണ മാതിരി ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. നമുക്കിത് നിർത്താൻ തോന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. സോയ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. ചിലവർക്ക് സോയാബീൻ തീരെ ഇഷ്ടമല്ല, അതിന് മണം ഉണ്ടാവും, അതിന് വേറൊരു ടേസ്റ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതേമാതിരി ഉപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് സോയാബീൻ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ. ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ മുഴുവനും പൊരിച്ച് കോരിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കിലോ എന്നുള്ളതിൽ ക്രിസ്പി ആയിട്ട് കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാമെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ സോയ 65 ഒക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം ക്രിസ്പിയാണ്, ഉള്ളിൽ സോഫ്റ്റ് ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്ര മാത്രം തന്നെ ഉള്ളൂ. നാളെ നല്ലൊരു അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ.